3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. 3000-ഓളം തപാൽ DMD സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വേണ്ടതുപോലെ ഇടപെടാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭരണരംഗത്തെ അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പോലും ചിരപരിചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നേതൃത്വം നൽകുന്നതിൽ വലിയ പതനമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നോക്കിയപ്പോൾ ഈ 2 മാസക്കാലത്തിനിടയിൽ 2583 റവന്യൂ ജീവനക്കാരെയാണ് കേരളത്തിൽ സ്ഥലം മാറ്റിയത്. അതിൽ 559 പേർ വില്ലേജ് ഓഫീസർമാരാണ്. ഞാൻ ജൂൺ മാസത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിൽ ഈ ഗവൺമെന്റിനോട് സവിനയം അഭ്യർത്ഥിച്ചതാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. 2, ഓഗസ്റ്റ് മാസം വരെയെങ്കിലും മഴയുടെ ആദ്യ ക്വാർട്ടറിൽ ചിരപരിചിതരായ നാടുമായി ബന്ധമുള്ള അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന വില്ലേജ് ഓഫീസർമാരെ ബന്ധപ്പെട്ടവരെ ഒരു കാരണവശാലും സ്ഥലം മാറ്റരുത്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ശത്രുതാ നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാം, വിരോധമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ വൈദ്യുത മന്ത്രി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ഈ കീ പോയിന്റിലിരുന്ന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു മാസത്തിനിടെ 13 വില്ലേജ് ഓഫീസർമാരടക്കം 117 പേരെയാണ് സ്ഥലം മാറ്റിയത്. അതിൽ 21 പേർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാർ, 41 പേർ വില്ലേജ് അസിസ്റ്റന്റുമാർ, 11 പേർ ഫീൽഡ് അസിസ്റ്റന്റുമാർ. കോട്ടയത്ത് അതിനേക്കാൾ ഭീകരമാണ്. 161 പേരെ സ്ഥലം മാറ്റി. 29 വില്ലേജ് ഓഫീസർമാരും 62 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും 54 വില്ലേജ് അസിസ്റ്റന്റുമാരും. ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെയുള്ള കോട്ടയം, ഇനി ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ 207 റവന്യൂ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. 59 വില്ലേജ് ഓഫീസർമാർ, 79 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാർ, 45 വില്ലേജ് അസിസ്റ്റന്റുമാർ. ഇതൊരു ധാരണയുമില്ലാത്ത പ്രശ്നമാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, എക്യുപ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, ശീലങ്ങളില്ലാത്തത് കൊണ്ടല്ല, ക്യാമ്പുണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. അതിന് നേതൃത്വപരമായി കോർഡിനേറ്റ് ചെയ്യാൻ ജനപ്രതിനിധികൾ ഉണ്ടാകണം. മനുഷ്യ മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകണം. ജനകീയതയുടെ തെളിവെപ്പോഴും ലീഡർഷിപ്പാണ്. അനുഭവങ്ങളിലൂടെ അതിന് നേതൃത്വം നൽകുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകും. എനിക്ക് വളരെ സങ്കടം തോന്നി. വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ജനപ്രതിനിധി പറയുകയാണ്, ഞാൻ നോക്കിയപ്പോൾ പരാതികളുണ്ടായാൽ പരാതികളെ ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം കൊണ്ട് നേരിടാൻ പാടുമോ? അതിന് സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും നമ്മളെത്ര നേരിട്ടതാ ഇതിനെയൊക്കെ. എന്തെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ നമ്മളെ വികാരഭരിതരാക്കിയാൽ ഒരു ഗൗരവമായിട്ടുള്ള ഫ്ലഡിനെ നേരിടാൻ വേണ്ടി പറ്റൂ. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ളൊരു ജനപ്രതിനിധി പറയാണ്, നിങ്ങൾ 2022 ഉണ്ടാക്കിയ ഓറഞ്ച് ബുക്ക് വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇതിനെ നേരിട്ടത്. 2022 ഓറഞ്ച് ബുക്ക് വെച്ച് ഇതിനെ നേരിടാൻ ഇതല്ല, ഇതിനേക്കാൾ അപ്പുറവും നടക്കും. കാരണം ഓറഞ്ച് ബുക്ക് 2026 ജൂൺ 11 പുറത്തിറക്കിയിട്ടുണ്ട്. ഓറഞ്ച് ബുക്ക് ഒരു ഡിക്ഷണറി പോലെയുള്ളൊരു രേഖയല്ല. ഓരോ വർഷവും ആ ഘട്ടത്തിൽ അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലുമുള്ള മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രത്യേകമായി പഠിച്ച് അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ എന്ന് രേഖപ്പെടുത്തി അതിൽ കൂടുതൽ അപകടമുള്ള സ്ഥലങ്ങൾ ഏത്, മഴ വന്നാൽ ആളെ മാറ്റേണ്ട ക്യാമ്പുകൾ എവിടെ, ക്യാമ്പുകൾ രൂപീകരിക്കേണ്ടത് എവിടെ, ഇതെല്ലാം കൂടി ഹൈലി വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ഇത്. ഞാൻ വേറെ തർക്കത്തിന് പോകുകയല്ല. ഇതിനേക്കാൾ വലിയ മില്ലിമീറ്ററിൽ മഴ പെയ്തിട്ടില്ല. ഇപ്പം എത്രയാ? 360 mm. 500 മില്ലിമീറ്ററിലധികം മഴ ഒരേ ദിവസം 4-5 മണിക്കൂർ നിന്ന് പെയ്തതല്ലേ ചൂരൽമലയിൽ. മാർട്ടിന്റെ കുടുംബവും ആകെ പ്ലാപ്പള്ളിയിൽ മരിച്ചുപോയ 6 ബോഡികൾ ഞാൻ എടുത്തതാണ്. കൊക്കയാറും കൂട്ടിക്കലും 21 മനുഷ്യരുടെ മരണം അന്നുണ്ടായി. മരണത്തിന്റെ എണ്ണത്തെക്കുറിച്ചല്ല, അതിന്റെ ഭീകരതയെക്കുറിച്ചല്ല. അത് നേരിടാൻ ഏറ്റവും വിനയത്തോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് ഏറ്റവും ആവശ്യം. 2018 മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? 2018 മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണെന്ന് സംശയമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അവർ 2 പേരും റവന്യൂ മന്ത്രി 3 പേരും ഒരുമിച്ചാണ് കേരളത്തിലെ ഈ ദുരന്ത മേഖലകളിലെല്ലാം പ്രത്യേക ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത്. അവർക്ക് 3 പേരോടും ചോദിച്ചാൽ നന്നായിട്ടറിയാം. നിരാഹാരമായിരുന്നോ, ഉണ്ണാവൃതമായിരുന്നോ, ഊണ് കഴിച്ചോ, വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇങ്ങനെയല്ല അതിനെ നേരിടേണ്ടത്. തികഞ്ഞ വിനയത്തോടെ തുറന്ന മനസ്സോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയ സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ്.
ഏതെങ്കിലും വിധത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി ആ പ്രശ്നങ്ങളിൽ വഷളാക്കാൻ വേണ്ടി ആരും തയ്യാറാകരുത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്.